കയ്പുള്ള ഗുളിക ചവയ്ക്കാറില്ല, വിഴുങ്ങാറാണ് പതിവ്. ജീവിതത്തിൽ അപമാനം, പരാജയം, വഞ്ചന തുടങ്ങിയ കയ്പേറിയ അനുഭവങ്ങളെ വിഴുങ്ങിക്കളയുക. ജീവിതത്തിൽ നല്ല ഓർമ്മകളെ മാത്രം അയവിറക്കുക. ചതിക്കപ്പെട്ടു എന്ന് അറിഞ്ഞിട്ടും നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടത് ഒരിക്കലും നിങ്ങൾക്കല്ല. ജീവിതം ഒരു നൂൽപ്പാലം പോലെ ദുർബലമാണ്. എത്രമാത്രം ശ്രദ്ധയോടെ ചുവടുകൾ വയ്ക്കുന്നുവോ അത്രയും നമ്മൾ സുരക്ഷിതരായിരിക്കും. എന്നെ ആർക്കും ഇഷ്ടമല്ലല്ലോ എന്ന് വിഷമിക്കാൻ വരട്ടെ. തൊട്ടുനോക്കാൻ അറപ്പ് തോന്നുന്ന പുഴുവാണ് പിന്നീട് എല്ലാവരും ഒന്ന് തൊടാൻ ആഗ്രഹിച്ചു പോകുന്ന ചിത്രശലഭമാകുന്നത്. സമയം വരും എന്ന് കാത്തിരിക്കരുത്. സമയം കടന്നുപോയല്ലോ എന്ന് വിട്ടുകളയുകയും അരുത്. ഇപ്പോൾ നിങ്ങൾ ഏത് സാഹചര്യത്തിലായാലും അവിടെ നിന്ന് തുടങ്ങുക. വിജയിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടത് പരിശ്രമവും ധൈര്യവുമാണ്. തിരമാലകളെ എനിക്കിഷ്ടമാണ്. അതിൻ്റെ ഉയർച്ചയോ താഴ്ചയോ കണ്ടിട്ടല്ല, മറിച്ച് ഓരോ താഴ്ചയിൽ നിന്നും അത് ഉയർന്നു വരാൻ ശ്രമിക്കുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് ഒരു ഫലവുമില്ല. അതിനെ ചൊല്ലി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇന്നത്തെ സമാധാനം നശിപ്പിക്കും എന്നല്ലാതെ. ജീവിതത്തിൽ അഭിനയിക്കാൻ പഠിച്ചില്ലെങ്കിലും അഭിനയിക്കുന്നവരെ തിരിച്ചറിയാൻ പഠിക്കണം. അല്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും. ഈ പ്രപഞ്ചം കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ നൽകി നമ്മെ തളർത്തുകയല്ല, പ്രശ്നങ്ങളോട് പടപൊരുതി പൂർവാധികം ശക്തരാക്കുകയാണ്. ആർക്കും കൊടുക്കാത്ത ഒരു സ്നേഹം നമ്മൾ ഒരാൾക്ക് നൽകുമ്പോൾ ആരും തരാത്ത ഒരു സങ്കടം തിരിച്ചു തരാനുള്ള അവസരം കൂടിയാണ് അയാൾക്ക് നൽകുന്നത് എന്ന് ഓർത്തു വയ്ക്കേണ്ടത് നല്ലതാണ്. അരികിലുള്ള വെളിച്ചം കാണാതെ അകലെ കണ്ട വെളിച്ചം തേടിപ്പോയി ഒടുവിൽ പാതി വഴിയിൽ കൂരിരുട്ടിൽ അകപ്പെട്ടു പോകുന്ന യാത്രയാകാം ചിലപ്പോൾ ചിലരുടെയൊക്കെ ജീവിതം. മെഴുകുതിരി നാളം പോലെയാണ് പലരുടെയും ജീവിതം. ദൂരെ നിന്ന് നോക്കിയാൽ പ്രകാശിക്കുന്നത് കാണാം, അടുത്തറിയുമ്പോഴാണ് ഉരുകിത്തീരുന്നത് നാം കാണുന്നത്. ചിലരോട് മാത്രം തോന്നുന്ന ഒരു ഇഷ്ടമുണ്ട്. എത്ര തന്നെ മായ്ക്കാനും വെറുക്കാനും ശ്രമിച്ചാലും അതിന് സാധിക്കാത്ത, മനസ്സിൻ്റെ ഏതോ ഒരു കോണിൽ തങ്ങി നിൽക്കുന്ന ഒരു ഇഷ്ടം. എത്ര നന്നായി ബന്ധങ്ങളെ കാത്തു സൂക്ഷിച്ചാലും അകലാൻ ആഗ്രഹിക്കുന്നവർ നിസ്സാര കാരണങ്ങളുണ്ടാക്കി അകലുക തന്നെ ചെയ്യും. ജീവിതത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ കൂടെ ആരും ഇല്ലാതാകുമ്പോഴല്ല, എല്ലാമെന്ന് കരുതിയവരുടെ മനസ്സിൽ ഒരു സ്ഥാനവും ഇല്ലായിരുന്നു എന്ന് മനസ്സിലാകുമ്പോഴാണ്. കേട്ട നുണകളെ ഒരു ചിരിയോടുകൂടി സ്വീകരിക്കുക. അതിനു പിന്നാലെ സത്യം വരുന്നുണ്ട്. അന്ന് അതിനുള്ള മറുപടി പറയുക. നുണകൾക്ക് സത്യത്തെ മറച്ചു പിടിക്കാനേ കഴിയൂ, മാറ്റി നിർത്താൻ കഴിയില്ല. എത്രമാത്രം അടുത്ത ബന്ധമോ സൗഹൃദമോ ആവട്ടെ, പരിധിയിൽ കൂടുതലായി ആരെയും ആശ്രയിക്കാതിരിക്കുക. എന്തെന്നാൽ നൽകുന്നവർ അതിൻ്റെ കണക്കുകൾ സൂക്ഷിക്കുന്നുണ്ടെന്ന് മറക്കാതിരിക്കുക. മിതമായ ആശ്രയങ്ങൾക്കാണ് ഹിതമായ ബന്ധങ്ങളെ നൽകാൻ കഴിയുന്നത്. ബന്ധങ്ങളിൽ പിരിയുക എന്നത് വളരെയേറെ വേദനയുണ്ടാക്കുന്നു. എന്നാൽ നിങ്ങൾക്കൊരു പരിഗണനയും നൽകാതെ, ഒരു വിലയും നൽകാതെ ജീവിക്കുന്നവരുമായുള്ള ബന്ധം വേർപെടുത്തുക എന്നത് നിങ്ങളുടെ വിജയമാണ്. അതൊരിക്കലും ഒരു നഷ്ടമല്ല. വാക്കുകൾ കൊണ്ട് ഒരാളെ തകർത്തെറിയുമ്പോൾ ഓർക്കുക, ജീവിതം ഒരു ഫുട്ബോൾ കളിയാണ്. പന്ത് എല്ലാവരുടെയും കാൽച്ചുവട്ടിൽ എത്തുക തന്നെ ചെയ്യും.